തെന്നിന്ത്യയിൽ നിന്ന് മികച്ച സ്വീകാര്യത നേടിയ രജനീകാന്തിന്റെ ജയിലർ ജപ്പാനിൽ റിലീസിനൊരുങ്ങുകയാണ്. ഇന്ത്യൻ പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തിയ ചിത്രം ഫെബ്രുവരി 21-നാണ് ജപ്പാനിൽ റിലീസ് ചെയ്യുന്നത്. 250 കോടി ബജറ്റിൽ നെൽസൺ സംവിധാനം ചെയ്ത ചിത്രം കോളിവുഡിൽ നിന്ന് മികച്ച വിജയം നേടിയിരുന്നു. കൂടുതൽ സ്ക്രീനുകൾ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ ചിത്രത്തിന് സ്വീകാര്യതയേറുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. കോളിവുഡിൽ നിന്ന് മികച്ച ഓപ്പണിംഗ് ലഭിച്ച ചിത്രം ഇതിനോടകം ആഗോളതലത്തിൽ നിന്ന് 600 കോടിയാണ് നേടിയത്. ജയിലറിൽ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രമായാണ് രജനീകാന്ത് എത്തിയത്. ഒപ്പം മോഹൻലാൽ, ശിവരാജ് കുമാർ എന്നിവർ അതിഥി വേഷങ്ങളിലും എത്തുന്നുണ്ട്. ജാക്കി ഷ്രോഫ്, രമ്യ കൃഷ്ണൻ, യോഗി ബാബു, വസന്ത് രവി, തമന്ന തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ. പടയപ്പയ്ക്ക് ശേഷം രമ്യ കൃഷ്ണനും രജനീകാന്തും ഒന്നിച്ച് അഭിനയിച്ച ചിത്രമെന്ന പ്രത്യേകതയും ജയിലറിനുണ്ട്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതേസമയം ജയിലറിന്റെ രണ്ടാം ഭാഗം വരുന്ന ആവേശത്തിലാണ് ആരാധകർ. ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. സംവിധായകൻ നെൽസൺ തന്നെയാണ് രണ്ടാം ഭാഗവും ഒരുക്കുന്നത്. രജനിക്കൊപ്പം സംവിധായകൻ നെൽസനും സംഗീത സംവിധായകൻ അനിരുദ്ധുമാണ് ജയിലർ 2വിന്റെ 4 മിനിറ്റ് ദൈർഘ്യമുള്ള ടീസറിലുള്ളത്. രജനീകാന്തിന്റെ മാസ് രംഗങ്ങളാണ് ടീസറിലെ മറ്റൊരു ഹൈലൈറ്റ്. ജയിലർ 2വിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.